ചെയ്തത് ക്വാർട്ടൈൽസ് ആയിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷർ ഓഫ് ഡിസ്പെർഷൻ. An average is the measure of central tendency. നമ്മൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് പറഞ്ഞു. അതിൽ ഏതൊക്കെയാണുള്ളത്? അരിത്തമെറ്റിക് മീൻ ഉണ്ട്, ജോമെട്രിക് മീൻ, മീഡിയൻ, മോഡ്, ഹാർമോണിക് മീൻ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസ്പെർഷൻ ആണ്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് നമ്മളൊരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സെൻട്രൽ വാല്യൂ ഏതാണെന്നാണ് കണ്ടുപിടിച്ചത്. ഇനി മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ എത്രത്തോളം സ്കാറ്റേർഡ് ആണെന്നാണ് മെഷർ ചെയ്യുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെൻട്രൽ വാല്യൂ എന്ന് മറ്റ് ഒബ്സർവേഷൻസിലേക്കുള്ള ഡീവിയേഷനെയാണ് മെഷർ ചെയ്യുന്നത്. നോക്കാം. An average is a measure of central tendency. It does not show as how the variates are scattered about the central value. Average is measuring central value, but it does not show how the other observations are deviate from the central value. In a distribution, it's possible that all values may be spread over a narrow range. In another distribution with the same average, it is quite possible that the value may be scattered over a wide range. നമ്മൾ രണ്ട് സെറ്റ് ഓഫ് സീരീസ് എടുക്കുകയാണെങ്കിൽ ആ രണ്ട് സെറ്റിനും സെയിം ആവറേജ് ആണ്. രണ്ട് സെറ്റ് എടുത്തു, രണ്ട് സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുത്തു, രണ്ടിനും സെയിം ആവറേജ് ആണ്. പക്ഷേ ആ ആവറേജിൽ നിന്നും എന്താണ് മറ്റ് ഒബ്സർവേഷനിലെ ഡീവിയേഷൻ രണ്ടിനും ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം. ഫസ്റ്റ് സീരീസിന്റെ കേസിൽ ആവറേജിൽ നിന്നും പിന്നെ മറ്റ് ഒബ്സർവേഷനിലേക്കുള്ള ഡീവിയേഷൻ എന്ന് പറയുന്നത് വളരെ നാരോ ആയിരിക്കും, വളരെ ചെറുതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു സീരീസ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അതിന്റെ ആവറേജും മറ്റേ അതർ ഒബ്സർവേഷൻ തമ്മിൽ എന്താണ് ഡീവിയേഷൻ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കാം. അപ്പൊ രണ്ടും ഡിഫറെന്റ് ആയിരിക്കാം. Hence, an average is not an adequate statistical constant to indicate the second aspect, namely how the individual values differ or vary from the central value. അപ്പോൾ നമ്മൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് സെൻട്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ മാത്രമേ പറ്റൂ, ആ ഒരു ഡീവിയേഷൻ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഡീവിയേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പെർഷൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. A study of such a variation of the values in a distribution is fundamentally important in a statistical investigation, and it can be well appreciated from the following example. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ സീരീസ് എ, സീരീസ് ബി, സീരീസ് സി എന്ന് പറഞ്ഞിട്ട് 3 സെറ്റ് സീരീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സീരീസ് ഏതാണ്? 10, 15, 20, 25, 30. അതിന്റെ ഒരു ആവറേജ്, അതിന്റെ ഒരു അരിത്തമെറ്റിക് മീൻ എടുക്കുകയാണെങ്കിൽ, അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ xi by n. ഇവിടെ നമ്മൾ പിന്നെ സീരീസ് എന്റെ അരിത്തമെറ്റിക് മീൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് 20 കിട്ടും. അതുപോലെ സീരീസ് ബിന്റെ അരിത്തമെറ്റിക് മീൻ നമുക്ക് 20 കിട്ടും. സീരീസ് സിന്റെ പിന്നെ അരിത്തമെറ്റിക് മീൻ എന്താണ്? 20 ആണ് അല്ലെ? എല്ലാ ഒബ്സർവേഷനും ഈക്വൽ അല്ലേ? ഇത് 3 എടുക്കുകയാണെങ്കിൽ 3ന്റെയും അരിത്തമെറ്റിക് മീൻ എന്താണ്? 20 ആണ്. പക്ഷെ 3 ശ്രദ്ധിച്ചു നോക്കൂ, 3ഉം എന്താണ്? ഈ അരിത്തമെറ്റിക് മീൻ 20യിൽ നിന്ന് 3 സെറ്റിലെ ഒബ്സർവേഷന്റെ ഡീവിയേഷൻ ഒന്ന് നോക്കി നോക്കൂ. ഇപ്പം മൂന്നാമത്തെ സീരീസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഡീവിയേഷൻ ഉണ്ടോ? ഇല്ല. അവിടെ എല്ലാ ഒബ്സർവേഷനും 20 ആണ് അല്ലെ? അരിത്തമെറ്റിക് മീനും 20 ആണ്. മറ്റ് ഒബ്സർവേഷനിലേക്ക് എന്താണ്? ഡീവിയേഷൻ ഇല്ല. അതുപോലെ സീരീസ് എ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, സീരീസ് എയും സീരീസ് ബിയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ രണ്ടിന്റെയും അരിത്തമെറ്റിക് മീൻ 20 ആണ്. പക്ഷെ സീരീസ് ബി ആണ് കുറച്ചും കൂടെ സ്കാറ്റേർഡ് ആയിട്ടുള്ളത്. 20യിൽ നിന്നും എന്താണ് കുറച്ചും കൂടെ 20 എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീനിൽ നിന്നും കുറച്ചും കൂടെ ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഇവിടെ ഏതാണ് ഒബ്സർവേഷൻ? 2 ഉണ്ട് അല്ലെ? സീരീസ് ബിയിൽ ഫസ്റ്റ് ഒബ്സർവേഷൻ 2 ആണ്. 2ഉം 20യും തമ്മിൽ നല്ല ഡീവിയേഷൻ ഉണ്ട് അല്ലെ? പിന്നെന്താണ് 8ഉം 20യും തമ്മിൽ നല്ല ഡീവിയേഷൻ ഉണ്ട്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ എയും ബിയും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? സീരീസ് ബി ആണ് മോർ സ്കാറ്റേർഡ് ദാൻ സീരീസ് എ. Since all the 3 series have the same mean, one may conclude that the 3 series are almost similar. But actually the 3 series differ widely from one another. അപ്പോൾ നമ്മൾ 3 സീരീസ് എടുത്തു, അതിന്റെ അരിത്തമെറ്റിക് മീൻ എ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 3 സീരീസും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഒബ്സർവ് ചെയ്തിട്ട് അതിന്റെ ഡിസ്പെർഷനും കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അത് ഈക്വൽ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റൂ. But actually the 3 series differ widely from one another. In series C, none of the observations deviate from the arithmetic mean, and hence there is no dispersion. In series A, the variation of observation from the arithmetic mean is very small compared to series B. The measurement of the scattering of observation or items in a distribution about the average is called a measure of variation or dispersion. Dispersion definition ആണ് പറയുന്നത് എന്താണ്? The measurement of the scattering of observation or items in a distribution about the average is called a measure of dispersion or എന്താണ്? Measure of variation. അപ്പം സെൻട്രൽ വാല്യൂവിൽ നിന്ന് മറ്റ് ഒബ്സർവേഷനിലേക്കുള്ള ഡീവിയേഷൻ മെഷർ ചെയ്യുന്നതിനെയാണ്
മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. മെഷർ ഓഫ് ഡിസ്പേർഷൻ ഇൻഫോംസ് അബൌട്ട് ദ extent of representativeness of the average of a series. When dispersion is significant, it implies that the average is far from being a representative figure. If, however, dispersion is not very significant, then the average appears to be a highly representative figure of the series. Measure of dispersion also enable comparison of two distribution with regard to the variability. ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഡിസ്പേർഷൻ കണ്ടുപിടിക്കുന്നതുകൊണ്ടുള്ള എന്താ ബെനിഫിറ്റ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു സീരീസ് എടുത്തു, അതിന്റെ ആവറേജ് കണ്ടുപിടിച്ചു. ഈ ആവറേജിൽ നിന്നും മറ്റ് ഒബ്സർവേഷനിലേക്കുള്ള ഡീവിയേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണെങ്കിൽ ഈ ഈ സെൻട്രൽ നമ്മളില്ലേ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിച്ചില്ലേ, അതിനെന്തായാലും ഒരു സിഗ്നിഫിക്കന്റ് അല്ല എന്ന് പറയും. ആ അരിത്തമെറ്റിക് മീൻ ആണെങ്കിൽ സിഗ്നിഫിക്കന്റ് അല്ല എന്ന് പറയും. കാരണം എന്താണ്, അരിത്തമെറ്റിക് മീനിൽ നിന്നും മറ്റ് ഒബ്സർവേഷനിലേക്കുള്ള ഡീവിയേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം നമുക്ക് ഈ അരിത്തമെറ്റിക് മീൻ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് ആണ്. ഒരു ഹെട്രോജീനിയസ് ഒബ്സർവേഷനിൽ ഒരിക്കലും നമുക്കൊരു ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എപ്പോഴും ഹോമോജീനിയസ് സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം എന്താണ്, ഈ ഒരു സെറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പേർഷൻ മെഷർ ചെയ്യും. By dispersion we mean spreading or scatteredness or variation. Dispersionന്റെ എന്താണ് മീൻ ചെയ്യുന്നതെന്നാണ് spreading or scatteredness. എത്രത്തോളം എന്താണ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതാണ് എന്ന dispersion മെഷർ ചെയ്യുന്നത്. It's clear from the above example that dispersion measures the extent to which the item vary from some central value. Since measure of dispersion give an average of the difference of various items from an average, they are also called average of second order. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ മെഷർ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് 4 പോയിന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്താണ് ദ റിലയബിലിറ്റി ഓഫ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇസ് നോൺ. ലെസ് ഡിസ്പേർഷൻ ഇൻഡിക്കേറ്റ് ലെസ് ഡീവിയേഷൻ ആൻഡ് സോ ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇസ് മോർ റിലയബിൾ ദാറ്റ് ദി ഇൻഡിവിജ്വൽ വാല്യൂസ് ആർ ക്ലോസ് ടു ദ ആവറേജ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ കണ്ടുപിടിക്കും. അതിൽ നിന്നാണ് നമ്മൾ ഡീവിയേഷൻ ഡിസ്പേർഷൻ മെഷർ ചെയ്യുന്നത്. ഈ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണെങ്കിൽ നമുക്ക് ഈ ഒരു സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് അല്ല എന്ന് പറയാം. അപ്പൊ അതിനെ യൂസ് ചെയ്യും. രണ്ടാമത്തത് they provide a basis for variability. One of the necessary information to decide whether dispersion is to be controlled or not is the existing level of dispersion. ഇപ്പൊ നമ്മൾ ഓരോ കേസിൽ നമ്മളെ ഡാറ്റ സെറ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ മീൻ കണ്ടുപിടിക്കും, ഡിസ്പേർഷൻ കണ്ടുപിടിക്കും. ഇപ്പൊ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണെങ്കിൽ അത് എന്താണ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കും. They help to compare two or more set of data with regard to their variability. നമ്മൾ രണ്ട് ഡാറ്റ സെറ്റിന്റെ വേരിയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യും. നാലാമത്തത് they boost the use of statistical measures and techniques. Their role in the analysis of correlation, regression and time series or the field of test of significance and statistical quality control. അപ്പൊ ഇങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആയിട്ടുള്ള കോറിലേഷൻ, റിഗ്രഷൻ, ടൈം സീരീസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, ഈ 4 എണ്ണത്തിലും നമ്മൾ എന്താണ് ഈ ഡിസ്പേർഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഡിസൈറബിൾ പ്രോപ്പർട്ടി ഓഫ് ആൻ ഐഡിയൽ മെഷർ ഓഫ് ഡിസ്പേർഷൻ. നമ്മൾ നേരത്തെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി പറഞ്ഞ അതേ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ ഉള്ളത്, 5 എണ്ണം. ഒന്നാമത്തെ ഏതാണ്? ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഷുഡ് ബി ഡെഫിനിറ്റ്. രണ്ടാമത്തത് ഇറ്റ് ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സിമ്പിൾ ടു കാൽക്കുലേറ്റ്. മൂന്നാമത്തത് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു വെൽ ഡിഫൈൻഡ് ഫോർമുല ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് എന്താണ്? ഇറ്റ് ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സിമ്പിൾ ടു കാൽക്കുലേറ്റ്. വേഗം മനസ്സിലാവുന്നതായിരിക്കണം. നമുക്ക് സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ വേഗം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. മൂന്നാമത്തത് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. നമ്മൾ x1, x2, etc. xn എന്ന് പറയുന്ന ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ എല്ലാ ഒബ്സർവേഷനും യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഒരു എന്താണ് ഡിസ്പേർഷൻ മെഷർ ചെയ്യേണ്ടത്. നാലാമത്തത് ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഫർദർ ആൾജിബ്രൈക് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഡിസ്പേർഷനും രണ്ടാമത്തെ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഡിസ്പേർഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കമ്പൈൻഡ് ഒബ്സർവേഷന്റെ ഡിസ്പേർഷൻ കണ്ടുപിടിക്കാൻ പറ്റണം. നാലാമത്തത് ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് അഞ്ചാമത്തത് ഇറ്റ് ഷുഡ് ബി ലീസ്റ്റ് അഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ. സാമ്പിളിംഗ് എടുക്കുമ്പോൾ ഇതിൽ ഫ്ലക്ച്വേഷൻ പാടില്ല. അടുത്തതാണ് മെത്തേഡ് ഓഫ്. ഇനി നമ്മൾ 4 ടൈപ്പ് ഓഫ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മെഷർ ഓഫ് എന്താണ് സെൻട്രൽ ടെൻഡൻസി 5 ടൈപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ 4 ടൈപ്പ് ആണ്. ഒന്നാമത്തത് റേഞ്ച്, രണ്ടാമത്തത് ക്വാർട്ടൈൽ ഡീവിയേഷൻ, മൂന്നാമത്തത് മീൻ ഡീവിയേഷൻ, നാലാമത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം അതിൽ ഒന്നാമത്തെ എന്താ നോക്കാം, റേഞ്ച്. റേഞ്ച് എന്ന് പറയുന്നത്
എന്താണ് ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് ആ സെറ്റിലെ സ്മോളസ്റ്റ് ഒബ്സർവേഷനും ലാർജസ്റ്റ് ഒബ്സർവേഷനും തമ്മിലുള്ള ഡിഫറൻസ്. അങ്ങനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഡിസ്പേർഷൻ എന്താന്ന് നോക്കാം. അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഡിസ്പേർഷൻ. അബ്സല്യൂട്ട് ഡിസ്പേർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാറ്റ സെറ്റ് x1 x2 എക്സെട്ര xn ആ ഒരു ഡാറ്റ സെറ്റിൽ എന്താണ് ഉള്ള വേരിയേഷൻ മെഷർ ചെയ്യാനാണ് അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഒരൊറ്റ സെറ്റിലെ എന്താണ് വേരിയേഷൻ മെഷർ ചെയ്യാനാണ് അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം രണ്ട് സെറ്റ് എടുത്തു, രണ്ട് സീരീസ് എടുത്തു, x1 x2 എക്സെട്ര xn ഒരു സീരീസ്, y1 y2 y2 yn എന്ന് പറയുന്ന രണ്ടാമത്തെ സീരീസ്. ഈ രണ്ട് സീരീസ് തമ്മിലുള്ള എന്താണ് ഡിസ്പേർഷൻ മെഷർ ചെയ്യാം. അതിനെയാണ് റിലേറ്റീവ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഒരു സെറ്റിലെ വേരിയേഷൻ മെഷർ ചെയ്യുന്നതിനെ അബ്സല്യൂട്ട് ഡിസ്പേർഷൻ എന്ന് പറയും. രണ്ട് സെറ്റുകൾ തമ്മിലുള്ള വേരിയേഷൻ മെഷർ ചെയ്തതിനെ റിലേറ്റീവ് ഡിസ്പേർഷൻ എന്ന് പറയും. അപ്പൊ ഈ മോളി പറഞ്ഞ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതിനൊക്കെ അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഉണ്ട്, റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഉണ്ട്. അപ്പൊ രണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കണം. നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റത്തെ ആണ് റേഞ്ച്. റേഞ്ചിന്റെ ഡെഫിനിഷൻ നോക്കിക്കോളൂ. ഡെഫിനിഷൻ: റേഞ്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് ഓഫ് ദ ഗിവൺ വാല്യൂസ്. നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷനിൽ എന്താ ഗ്രേറ്റസ്റ്റ് ഒബ്സർവേഷന്റെയും സ്മോളസ്റ്റ് ഒബ്സർവേഷന്റെയും ഡിഫറൻസ് ആണ് എന്ത് റേഞ്ച് എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾസ്, റേഞ്ച് ഈക്വൽ ടു L minus S, where L is the largest value and S is the smallest value. There may not be any difficulty in identifying L and S whenever actual values are given. In the case of class intervals, S is the lower boundary of the lowest class and L is the upper boundary of the highest class. ഇനി നമുക്ക് സെറ്റ് ഓഫ് ഒബ്സർവേഷനും സെറ്റ് എന്ന് വെച്ചാൽ എക്സ് വാല്യൂസ് മാത്രം തരുവാണെങ്കിൽ നമുക്ക് പറയാം എന്താണ് സ്മോളസ്റ്റ് ഒബ്സർവേഷൻ ഏതാണ്, ലാർജസ്റ്റ് ഒബ്സർവേഷൻ ഏതാണെന്ന് പറയാം. എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഇനി ക്ലാസ് വിത്ത് ഫ്രീക്വൻസി ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ ലോവസ്റ്റ് ക്ലാസ് ഉണ്ടാവുമല്ലോ, ആ ലോവസ്റ്റ് ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് ആയിരിക്കും സ്മോളർ വാല്യൂ, ഹയസ്റ്റ് ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കും എന്താണ് ഹയസ്റ്റ് വാല്യൂ. നമുക്ക് പ്രോബ്ലം വരുമ്പോൾ ചെയ്യാം. ഇനി ഇത് കറസ്പോണ്ടിങ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. അതാണ് നമ്മൾ പറഞ്ഞു റേഞ്ച് ഈക്വൽ ടു L minus S എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. നമ്മൾ പറഞ്ഞു ഓരോന്നിനും റേഞ്ച്, അങ്ങനെ ഓരോ റേഞ്ച്, മീൻ ഡീവിയേഷൻ, അങ്ങനെ ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഇങ്ങനെ ഈ 4 എണ്ണമാണുള്ളത്. ഈ 4 എണ്ണത്തിനും സബ് ആയിട്ട് അബ്സല്യൂട്ട് മെഷറും ഉണ്ട്, റിലേറ്റീവ് മെഷറും ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞ റേഞ്ചിന്റെ അബ്സല്യൂട്ട് മെഷർ ആണ് എന്താണ് L minus S എന്ന് പറയുന്നത്. റേഞ്ചിന്റെ എന്താണ് റിലേറ്റീവ് മെഷർ ആണ് ഇവിടെ താഴെ കൊടുത്തേക്കുന്നത് L minus S by L plus S എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഒരു പ്രോബ്ലം നോക്കൂ നിങ്ങൾ. The price of a share for a 6-day week is fluctuated as follows. അപ്പം അവിടെ പ്രൈസ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മളോട് പറഞ്ഞേക്കുന്നത് കാൽക്കുലേറ്റ് ദ റേഞ്ച് ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യന്റ്. കോഎഫിഷ്യന്റ് ഉദ്ദേശിക്കുന്നത് റിലേറ്റീവ് മെഷർ ആണ്. ഇപ്പൊ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? L minus S കണ്ടുപിടിച്ചാൽ മതി, 18 കിട്ടും. കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ് റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? L minus S by L plus S. 165 minus 147 by 165 plus 147 ആ വാല്യൂ കിട്ടും. ഇനി ഇവിടെ നോക്കൂ, രണ്ടാമത്തെ എക്സാമ്പിൾ 2 കൊടുത്തേക്കുന്നത് മാർക്ക് എന്ന് പറയുന്ന ക്ലാസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. കറസ്പോണ്ടിങ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രീക്വൻസി. ഇതിലെങ്ങനെയാണ് ഇതിൽ നമ്മൾ പറഞ്ഞേക്കുന്ന കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് റിലേറ്റീവ് മെഷർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. L minus S by L plus S. L എന്ന് പറയുന്നത് എന്താ? ലോവസ്റ്റ് വാല്യൂ. ലോവസ്റ്റ് വാല്യൂ എങ്ങനെയാ? നേരത്തെ പറഞ്ഞു ഇതിൽ ഇങ്ങനെ ക്ലാസും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ലോവസ്റ്റ് ക്ലാസ്സിലെ എന്താണ്, ഇവിടെ ലോവസ്റ്റ് ക്ലാസ് ഏതാണ്? 10, 20. ലോവസ്റ്റ് ക്ലാസ്സിലെ എന്താണ് ലോവർ ലിമിറ്റ് എന്ന് വെച്ചാൽ 10. ഹയസ്റ്റ് ഒബ്സർവേഷൻ ഏതാണ്? ഹയസ്റ്റ് ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് എന്ന് വെച്ചാൽ 60. അപ്പൊ 60 minus 10 by 60 plus 10. ഇനി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. മെറിറ്റ്സ്, ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസിയസ്റ്റ് ടു കാൽക്കുലേറ്റ് അല്ലെ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ് അല്ലെ. രണ്ടാമത്തെ എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ യൂസ് ചെയ്യും. നമ്മളിനി പഠിക്കാൻ പോകും 4th മൊഡ്യൂൾ അറ്റം സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ പഠിക്കും. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡെഫിനിഷൻ ഡസ് നോട്ട് സീം ടു സൂട്ട് ദ കാൽക്കുലേഷൻ ഫോർ ഡാറ്റ വിത്ത് ക്ലാസ് ഇന്റർവൽസ്. ഫർദർ ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് ഫോർ ഓപ്പൺ എൻഡഡ് ക്ലാസ്. ഓപ്പൺ എൻഡഡ് ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത പോലെ എന്താണ് ഇതുപോലെ ക്ലാസ്സസ് ആയിരിക്കും, പക്ഷെ 10 ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. 10 എന്ന് പറയുന്ന ഒബ്സർവേഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല.
അല്ലെങ്കിൽ 60 എന്ന് പറയുന്ന പിന്നെ പോയിന്റ് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. എന്ന് വെച്ചാൽ ഈ എൻഡിലുള്ള പോയിന്റ്സ് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്മോളസ്റ്റ് ഒബ്സർവേഷനിൽ ആദ്യത്തെ ഒബ്സർവേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനത്തെ കേസിൽ നമുക്ക് റേഞ്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടു എക്സ്ട്രീം ഐറ്റംസ് ആൻഡ് നോട്ട് ഓൺ എനി അതർ ഐറ്റം. നമ്മൾ പറഞ്ഞു ഒരു ഐഡിയൽ മെഷർ ഓഫ് ഡിസ്പെർഷൻ ആവണമെങ്കിൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ 2 ഒബ്സർവേഷൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലെ, സ്മോളസ്റ്റ് ഒബ്സർവേഷനും ലാർജസ്റ്റ് ഒബ്സർവേഷനും. അപ്പം അവിടെ ഈ ഒരു എന്താ പറയാ ആ ഒരു പോയിന്റ് വയലേറ്റ് ചെയ്തു. സോ എന്ന് പറയുന്ന ഒരു ഐഡിയൽ മെഷർ ഓഫ് ഡിസ്പെർഷൻ അല്ല. It does not have sampling stability. Further, it's calculated for samples of small sizes only. It could not be mathematically manipulated further. ഇനി ഇതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇതിന് കൊടുക്കാൻ പറ്റില്ല. എന്തൊക്കെയാണ് ഇതിന്റെ എന്താണ് ലിമിറ്റേഷൻ? ഇനി അടുത്താണ് കോർട്ടൈൽ ഡീവിയേഷൻ. നമ്മൾ കോർട്ടൈൽ ഡീവിയേഷൻ എന്താന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കോർട്ടൈൽസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തത്. അവിടെ നമ്മൾ പറഞ്ഞ Q3 Q1 ഇവിടെ ആവശ്യമുണ്ട്. കോർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി Q3 Q1 ആവശ്യമുണ്ട്. Definition നോക്കൂ. Quartile deviation is half of the difference between the first and the third quartiles. അപ്പം quartile deviation എന്ന് പറയുന്നത് എന്താണ്? Q3 minus Q1 by 2 ആണ്. Half of the difference between Q3 minus Q1. ഇവിടെ Q3 എന്താണ്? Third quartile. Q1 first quartile. Q1 കാണുക, Q3 കാണുക, ഡിഫറൻസ് എടുക്കുക, by 2 ചെയ്യാം. അതാണ് absolute measure of dispersion. Relative measure നോക്കൂ. Coefficient of quartile deviation എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതാണ് റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത്. അതാണ് Q3 minus Q1 by Q3 plus Q1. ഇതാണ് മീൻ ഡീവിയേഷൻ. ഇങ്ങനെയാണ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുക. അതിനുള്ള പ്രോബ്ലം തന്നിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കുക കേട്ടോ. Q1 ഉം Q2 കണ്ടുപിടിക്കാൻ Q1 ഉം Q3 കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു സെറ്റ് കിട്ടി കഴിഞ്ഞാലും Q1 ഉം Q3 എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിന്റെ ഡിഫറൻസ് എടുക്കുക, by 2 ചെയ്യുക. Merits and demerits. Merit is rigidly defined. It's easy to understand and simple to calculate. It's not unduly affected by extreme values. It can be calculated for open-ended distribution. ഇതൊക്കെയാണ് അതിന്റെ മെറിറ്റ്സ്. ഒരു വെൽ ഡിഫൈൻഡ് ഫോർമുല ഉണ്ട്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, എക്സ്ട്രീം വാല്യൂസ് എഫക്ട് ചെയ്യുന്നില്ല. പിന്നെ ഓപ്പൺ എൻഡഡ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം, കാരണം നമ്മൾ എൻഡ് വാല്യൂസ് അല്ല എടുക്കുന്നത്. ഡിമെറിറ്റ്സ്, ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷനെ യൂസ് ചെയ്യുന്നില്ല. It is not capable for further mathematical treatment. ഇതിൽ മാത്തമാറ്റിക്കൽ ഫോർമുല കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് അതിന്റെ ഡിമെറിറ്റ്സ്. ഇനി മൂന്നാമത്തെ എന്താണ്? മീൻ ഡീവിയേഷൻ ആണ്. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് നമ്മൾ ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും, ഏതെങ്കിലും ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. ഏതൊക്കെ ആവറേജ് ഉണ്ട്? അരിത്തമെറ്റിക് മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്, ഹാർമോണിക് മീൻ ഉണ്ട്, ജോമെട്രിക് മീൻ ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒന്നെങ്കിൽ പ്രോബ്ലത്തിൽ പറയും നിങ്ങളോട് ഏത് ആവറേജ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത്. എന്നിട്ട് ആ ആവറേജിൽ നിന്നും മറ്റ് ഒബ്സർവേഷനിലേക്കുള്ള ഡീവിയേഷൻ ഡിഫറൻസ് മെഷർ ചെയ്യും. അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കും. അബ്സല്യൂട്ട് വാല്യൂ പറഞ്ഞാൽ എന്താണ്? അതിന്റെ മോഡുലസ് എടുക്കും. ആ മോഡുലസ് എന്ത് ചെയ്യും? എല്ലാം കൂടെ സം ചെയ്യും, ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇതാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. നോക്കാം. Here the deviation of the individual values from some origin are considered. The absolute values of these deviations are added. When this sum is divided by the number of observations, the result is obtained is known as mean deviation. The mean deviation is thus defined as the arithmetic mean of the absolute values of the deviation of observation from some origin, say mean, median or mode. ഇതാണ് മീൻ ഡീവിയേഷന്റെ ഇക്വേഷൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. മീൻ ആണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ ആണ് എടുക്കുന്നതെങ്കിൽ മീൻ ഡീവിയേഷൻ എന്താണ്? സമ്മേഷൻ മോഡ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ n. എക്സ് ബാർ ആണ് മീൻ. വേർ മോഡ് എക്സ് മൈനസ് എക്സ് ബാർ സ്റ്റാൻഡ്സ് ഫോർ ദ അബ്സല്യൂട്ട് ഡീവിയേഷൻ ഓഫ് എക്സ് ഫ്രം എക്സ് ബാർ ആൻഡ് ടു റീഡ് ആസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. Instead of taking deviation from mean, if we are using median, we get the mean deviation about median equal to എന്ത് വരും? സമ്മേഷൻ മോഡ് എക്സ് മൈനസ് എം വരും. എം എന്ന് പറയുന്നത് ഇവിടെ മീഡിയൻ ആണ്, ബൈ n. ഇതാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. എല്ലാം സിമ്പിൾ ആണ്. ഇതിന്റെ അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞില്ലേ, അതാണ് റിലേറ്റീവ്, അബ്സല്യൂട്ട് അല്ല, റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ബൈ
മീൻ ചെയ്താൽ മതി, റിലേറ്റീവ് മെഷർ കിട്ടും. ഇപ്പം മീഡിയൻ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ബൈ മീഡിയൻ ചെയ്താൽ മതി. ഇവിടെ നോക്കൂ, കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഏതാന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ഫോർ ദ ഒബ്സർവേഷൻ. ഇപ്പൊ നമ്മൾ എന്തെടുക്കണം, ആദ്യം എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. 15 ആണ് നമുക്ക് കിട്ടി. എന്നിട്ട് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ, എക്സിൽ നിന്നും ഓരോ എക്സിൽ നിന്നും എക്സ് ബാറിലേക്കുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ മോഡുലസ് വാല്യൂ എടുക്കുക, സം ചെയ്യുക, ബൈ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കാം. ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഇനി നാലാമത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ മോസ്റ്റ് യൂസ്ഫുൾ ആൻഡ് ദ മോസ്റ്റ് പോപ്പുലർ മെഷർ ഓഫ് ഡിസ്പെർഷൻ. The deviation of the observation from the arithmetic mean are considered and then each squared. നേരത്തെ നമ്മൾ പറഞ്ഞു മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയും. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അബൌട്ട് മീൻ ആകാം, മീഡിയൻ ആകാം, മോഡ് ആകാം. പക്ഷെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പോഴും എവിടെ നിന്നാണ്, മീനിൽ നിന്നാണ് ഡീവിയേഷൻ എടുക്കുന്നത്. ഇവിടെ മീഡിയൻ അരിത്തമെറ്റിക് മീനിൽ നിന്നാണ് ഡീവിയേഷൻ എടുക്കുന്നത്. The deviation of the observation from the arithmetic mean are considered and then each squared. The sum of squares is divided by the number of observation. The square root of this value is known as standard deviation. Thus, standard deviation is defined as the square root of the arithmetic mean of squares of the deviation of observation from arithmetic mean. The definition എന്താണ്? Standard deviation is defined as the square root of the arithmetic mean of squares of the deviation of observation from arithmetic mean. ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ വെച്ചിട്ടാണ്. ഇവിടെ താഴെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ദ റോ ഡേറ്റ ഇഫ് x1 x2 x3 etc xn are n ഒബ്സർവേഷൻ. അങ്ങനെയാണെങ്കിൽ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മയാണ്. എന്താണ് റൂട്ട് ഓഫ് സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n ആണ്. ഈ സിഗ്മയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയറിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. The square of the standard deviation is known as variance and is denoted as sigma square, or standard deviation is the positive square root of variance. Importance of standard deviation. Standard deviation is always associated with the mean. നമ്മൾ പറഞ്ഞ മീൻ ആണ് എന്ത് ഒരു ഐഡിയൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ അവിടുന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പോഴും മെഷർ ചെയ്യുന്നത് മീനിൽ നിന്നാണ്. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്ത് ഈ ഡിസ്പെർഷന്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഒരു ഐഡിയൽ മെഷർ ഓഫ് ഡിസ്പെർഷൻ. It gives satisfactory information about the effectiveness of mean as a representative of the data. More is the value of the standard deviation, less is the concentration of the observation about the mean and vice versa. Standard deviation കൂടുകയാണെങ്കിൽ എന്ത് പറയാം, നമുക്ക് ഒബ്സർവേഷൻസ് ഒക്കെ മീനിൽ നിന്നും വളരെയധികം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. Whenever the standard deviation is small, mean is accepted as good average. ഇപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവാണെങ്കിൽ ഈ മീനിന്റെ അടുത്തായിരിക്കും മറ്റ് ഒബ്സർവേഷൻസ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. According to the definition of standard deviation, it can be negative. When all the observations are equal, standard deviation is 0. Therefore, a small value of sigma suggests that the observations are very close to each other, and a big value of sigma suggests that the observations are widely different from each other. അപ്പം എന്താണ് സിഗ്മ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് സിഗ്മയുടെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ ഈ ഒബ്സർവേഷൻസ് ഒക്കെ എല്ലാം എന്താണ് ക്ലോസ് ടു ഈച്ച് അതർ ആണെന്ന് പറയാം. സിഗ്മയുടെ വാല്യൂ വളരെ വലുതാണെങ്കിൽ ഇതെല്ലാം ഭയങ്കര ഡീവിയേറ്റ് ചെയ്ത് നിൽക്കുന്നു, എന്നുവെച്ചാൽ ഒരു ഹെട്രോജീനിയസ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇതൊക്കെയാണ് ഡിസ്പെർഷന്റെ കേസിലുള്ളത്. ഇപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു വട്ടം വായിച്ച് തന്നെ മനസ്സിലാവും.